ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലൊന്ന് പോവാണ്. പൂരമൊക്കെ അല്ലേ, അപ്പം ഭഗവതീനെ ഒന്ന് കാണണ്ടേ. 4-ാം പൂരത്തിനാണ് ഞങ്ങൾ പോയത്. നല്ല ആൾത്തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 1:30 ആയിട്ടോ. അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വരി നിന്നു. നല്ല വെയിലുണ്ട് ഗൈസ്, ചൂടാണെങ്കിൽ പറയണ്ട, എല്ലാവരും വീശി ഊതി നിൽക്കുക. കുറച്ച് ചൂടൊക്കെ സഹിച്ചാണെങ്കിലും നല്ല ഫുഡ് കിട്ടി. നല്ല ചൂട് സാമ്പാറും എലശ്ശേരിയും അച്ചാറും അതുപോലെ തന്നെ മോരും ഉണ്ടായിരുന്നു കേട്ടോ. വിശന്നിരിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും പ്ലേറ്റ് കഴുകാൻ പോയി. അമ്മ പ്ലേറ്റ് കൊടുക്കും, മേമ പ്ലേറ്റ് കഴുകും, ശ്രീയേച്ചി പിടിക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും അമ്പലത്തിലേക്ക് കയറിപ്പോയി. അപ്പോൾ കൂത്തമ്പലത്തിൻ്റെ ഉള്ളിൽ ചാക്യാർ കൂത്ത് നടക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ചാക്യാർ കൂത്തൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ അപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നമ്മുടെ മെയിനായിട്ട് ആ ആനേനെ കണ്ടത് കേട്ടോ. എന്തായാലും ഐശ്വര്യം, ആ കുറിയൊക്കെ തൊട്ടുള്ള നിൽപ്പ്, അങ്ങനെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ചധികം നേരം എല്ലാവരും അവിടെ നിന്നു. പിന്നെ ആ പരിസരത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഐസ്ക്രീം വാങ്ങാനാങ്ങി. അങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്നിങ്ങനെ പോകുമ്പോഴാണ് ഗൈസ് എൻ്റെ ചെരുപ്പ് പൊട്ടി. ഇനിയിപ്പോൾ മലയ്ക്ക് പോണവർ ഇങ്ങനെ നടക്കന്നെ. അങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്ന് ഞങ്ങൾ നേരെ ഒരു ചായക്കടയിൽ കയറി. അവിടെ നല്ല ചൂട് ഉഴുന്നുവടയും ചായയും കുടിച്ചു. അവിടെ അപ്പം ഉണ്ടാക്കി ഉഴുന്നുവടയാണ്, അതുകൊണ്ട് നല്ല ചൂടും നല്ല ടേസ്റ്റും ഉണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ എനിക്ക് ചെരുപ്പ് വാങ്ങാൻ പോയി. ഇതാണ് ഗൈസ് ഞാൻ വാങ്ങിയ ചെരുപ്പ്. പിന്നെ ഞങ്ങൾ പോയത് അമ്മേൻ്റെ ഒരു അമ്മായിൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ കുറച്ച് അങ്ങോട്ട് പോയിട്ടോ. അവിടെ കുറച്ച് പ്രകൃതി ഭംഗി കൂടുതലാണ്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു. വീണ്ടും അമ്പലത്തേക്ക് പോയി. പോണ വഴിക്ക് ആനേനെ കുളിപ്പിക്കുന്നതും കണ്ടു. അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഇവിടെ അലങ്കരിച്ചത് നോക്കി നല്ല രസമുണ്ടല്ലേ കാണാന്. അങ്ങനെ അല്ലറ ചില്ലറ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ് കയറി. സ്റ്റോപ്പിലിറങ്ങി EK ബേക്കറിയിൽ നിന്ന് നല്ല ഫ്രഷ് ലൈമും കുടിച്ചു. അങ്ങനെ ലൈമും കുടിച്ച ഫ്രഷ്നെസ്സിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. കുഴങ്ങി ഗൈസ്.